ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ ജീവനിൽ അമൃതേകാനായി വീണ്ടും എന്നിലെ തോർമകളായി നിലാവിൻ മുത്തേ നീ വന്നു ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ ജീവനിൽ അമൃതേകാനായി വീണ്ടും എന്നിലെ തോർമകളായി നിലാവിൻ മുത്തേ നീ വന്നു ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡെലിവറി വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഡിസംബർ 26 ബാംഗ്ലൂരിൽ തന്നെ മദർഹുഡ് ഹോസ്പിറ്റലാണ് കേട്ടോ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഡ്യൂ ഡേറ്റ് വന്നിരുന്നത് ജനുവരി 9 പക്ഷേ എനിക്ക് കുറച്ച് ദിവസം മുന്നേ തന്നെ പെയിനൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ചെയ്യാം, പെയിൻ കൂടിയിട്ട് അഡ്മിറ്റ് ആകാമെന്ന് പറഞ്ഞു. അടുത്തായിരുന്നു, അതുകൊണ്ട് തന്നെ പെയിൻ കൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ 26 മോർണിംഗ് ഞാനും അച്ഛനും കൂടെ ചെക്കപ്പിന് പോയപ്പം എനിക്ക് കൺട്രാക്ഷൻ ഉണ്ടായിരുന്നു, ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ അഡ്മിറ്റ് ആക്കി. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അഡ്മിറ്റ് ആക്കിയിട്ട് അപ്പോഴേക്കും ദിനു പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു. അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ ചെയ്ത് അങ്ങനെ റൂമിലേക്ക് വന്ന് റൂമിലിങ്ങനെ ചെറിയ വേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ റൂമിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്നിട്ടൊന്ന് PV ചെയ്തിട്ടുണ്ടായിരുന്നു. PV ചെയ്ത് കഴിയുമ്പം നമുക്കെല്ലാവർക്കും പ്രഗ്നൻസിയിൽ ഏറ്റവും പേടിയുള്ളൊരു കാര്യം PV ചെയ്യാന്നുള്ളതാണല്ലേ. എനിക്ക് നോർമലി PV ഒന്നും അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല, പക്ഷേങ്കിൽ പോകെ ഞാൻ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ അങ്ങനെ PV ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വാട്ടർ ബ്രേക്കായി. അങ്ങനെ ഫ്ലൂയിഡ് ആണെങ്കിൽ എനിക്ക് ഇത്തവണത്തെ പ്രഗ്നൻസിയിൽ ഒരുപാട് കൂടുതലായിരുന്നു കേട്ടോ. അങ്ങനെ വാട്ടർ ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ കൺട്രാക്ഷൻ ആണെങ്കിലും വേദന കൂടി വരുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയും പാത്തും കൂടെ ദിനു വീട്ടിൽ പോയി വിളിച്ചിട്ട് വന്നു. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരുന്നുകൊണ്ട് എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഏതെല്ലാം ആയിട്ട് അവരെയും കൊണ്ട് ദിനു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് എന്നെ കഴിപ്പിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും ലേബർ റൂമിലേക്ക് മാറ്റാം, അപ്പോൾ അതിന് മുന്നേ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു നമ്മൾ 9 months ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ലാസ്റ്റ് മൊമെൻ്റ് ഉണ്ടല്ലോ, അത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക ഫീലാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് പാത്തുവിനെ ഇട്ടിട്ട് മാറി നിൽക്കണമല്ലോ എന്നുള്ള ആ ഒരു വിഷമമായിരുന്നു. കാരണം ഇന്ന് വരെ ഞാൻ അവളുണ്ടായതിന് ശേഷം ഒരു ദിവസം പോലും അവളെ മാറി നിന്നിട്ടില്ല. അപ്പം ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പം അതിനകത്തുനിന്ന് ഇറങ്ങാൻ പറ്റും. ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ. അപ്പോൾ അതൊന്നും അറിയാതെ എനിക്ക് ആകെ സങ്കടം ഉണ്ടായിരുന്നത് അവളുടെ കാര്യത്തിലായിരുന്നു. പിന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞായിരുന്നു നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ വളരെ കുറവാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് വേറൊന്നുമല്ല, എനിക്ക് വീഡിയോസ് എടുക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രഗ്നൻസിയിൽ നമുക്കുണ്ടാകുന്ന ചേഞ്ചസിൻ്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും എനിക്കൊരു ഭയങ്കര മടിയായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ അത്യാവശ്യം ആക്റ്റീവായിട്ട് തന്നെ ഇരുന്നൊരു പ്രഗ്നൻസിയാണ് കേട്ടോ. പാത്തുവിൻ്റെ സമയത്തെന്ന് പറഞ്ഞാൽ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു, പക്ഷേ ഈ സമയത്ത് ഞാൻ നല്ല ആക്റ്റീവായിട്ട് തന്നെയായിരുന്നു. ഈ ഒരു പ്രഗ്നൻസി എൻജോയ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലല്ല നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതാ എനിക്ക് വേദന കൂടി വന്ന് അവരൊരു മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു പെയിൻ കൂടാനായിട്ട്. അപ്പോൾ പാത്തുവിനെ ഞാൻ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം കിടന്നിട്ട് അവളുടെ അടുത്ത് പറയായിരുന്നു വഴക്കൊന്നും ഉണ്ടാക്കാണ്ടിരിക്കണമെന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേഴ്സും അതുപോലെ ലേബർ റൂമിലെ ഒരു സ്റ്റാഫും കൂടെ വന്നിട്ട് എന്നെ പതുക്കെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് തുടങ്ങും. അപ്പോൾ പാത്തു ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇപ്പോൾ ബേബി വരുമ്പം അവൾക്കും കൂടെ കാണാൻ പറ്റുമെന്നൊക്കെയാണ് അവൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. റൂമിൽ തന്നെയാണ് എൻ്റെ ഡെലിവറി നടക്കുന്നതെന്നാണ് അവൾ ഓർത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇതാ ലേബർ റൂമിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് എന്നെ ലേബർ റൂമിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നു കാരണം പെയിൻ കൂടുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ
ഇതിന് പ്രോഗ്രസ് ഉണ്ടാവും, പെട്ടെന്ന് ഡെലിവറി നടക്കുമെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ ലേബർ റൂമിലേക്ക് പോവാണ്. പിന്നെ പ്രത്യേകം പറയേണ്ടത് ഇവിടുത്തെ നേഴ്സുമാരും ഡോക്ടർമാരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളായ 3-4 നേഴ്സുമാരുണ്ടായിരുന്നു കേട്ടോ. നല്ല കെയറിങ്ങും സപ്പോർട്ടും എല്ലാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ ലേബർ റൂമിലേക്ക് പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. പക്ഷെ കരയാതെ മാക്സിമം ഞാൻ പിടിച്ച് നിൽക്കാനായിട്ട് ശ്രമിച്ചു. എനിക്ക് പാത്തുവിൻ്റെ കാര്യത്തിലാണ് കേട്ടോ സങ്കടം. പിന്നെ ലേബർ റൂമിലേക്ക് പോയി കഴിഞ്ഞാലും ദിനുവിന് എൻ്റെ കൂടെ നിൽക്കാം, അതായിരുന്നു എൻ്റെ ഏക ആശ്വാസം. പാത്തുവിൻ്റെ സമയത്തും ഡെലിവറി ടൈമിൽ ദിനു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇത്തവണയും എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്ക് ഭയങ്കരമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് നമ്മുടെ പാർട്ട്ണറിൻ്റെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് തരാനായിട്ട് ആൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ധൈര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിനു കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. ആ ഒരു സമാധാനത്തിലാണ് ഞാൻ പോകുന്നത്. ലേബർ റൂമിൻ്റെ വാതിക്കലെത്തിയപ്പോഴാണ് പാത്തുവിന് മനസ്സിലായത് കേട്ടോ അവൾക്ക് കയറാൻ പറ്റില്ലെന്ന്. അവൾ കുറച്ച് കരഞ്ഞെങ്കിലും അമ്മ അച്ഛനും കൂടെ ഒരു തരത്തിൽ മാനേജ് ചെയ്ത് അവളെ പതുക്കെ റൂമിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തത്. അങ്ങനെ പിന്നെ ഞാനും ദിനും കൂടെ ലേബർ റൂമിലേക്കും കയറി. നമ്മൾ ലേബർ റൂമിൽ കയറി കഴിഞ്ഞ് ഡോക്ടർ വന്ന് വീണ്ടും PV ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സെർവിക്സ് ഓപ്പൺ ആകുന്നില്ല, 2 സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. പെയിൻ നല്ല രീതിക്ക് വരുന്നുണ്ടെങ്കിലും സെർവിക്സ് ഓപ്പൺ ആവുന്നില്ല, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓരോ കൺട്രാക്ഷൻ വരുമ്പോഴും എക്സസൈസ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ കൂട്ടത്തിലൊരു സിസ്റ്ററുമുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തരും ഏതൊക്കെ എക്സസൈസ് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ആ വേദനയും വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ വെള്ളം ലീക്കാവുന്നതിൻ്റെ ഭയങ്കരമായ നമുക്കൊരു ബുദ്ധിമുട്ടും ഇറിറ്റേഷനും ഒക്കെ ഉണ്ട്. അതെല്ലാം വെച്ചിട്ടും ഞാൻ എത്രയും പെട്ടെന്നൊന്ന് ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ചുകൊണ്ട് ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊന്ന് ആഗ്രഹിക്കും, ദൈവം വേറൊന്ന് തീരുമാനിക്കും എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പാത്തുവിൻ്റെ ഇത് നോർമൽ ഡെലിവറി ആയിരുന്നെങ്കിൽ ഇത് ഒരു 19 മണിക്കൂറോളം ഞാൻ ലേബർ പെയിൻ അനുഭവിച്ചു. ഈവനിങ് 4 മണിയായപ്പം ലേബർ റൂമിലേക്ക് എന്നെ കൊണ്ടുപോയതാണ്. അപ്പോൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും വേദന കൂടുമ്പം ഞാനും ദിനുവും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഇപ്പോൾ കഴിയും, ഡെലിവറി ആകും, ബേബി നമ്മുടെ കയ്യിലേക്ക് ഇപ്പോൾ കിട്ടും, ആ ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഓരോ മണിക്കൂറുകൾ കഴിയും തോറും അത് നടക്കുന്നില്ല എന്ന് കണ്ടുകഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡും ആകെ ഡൗൺ ആവും അല്ലേ. അങ്ങനെ ഞാൻ ആകെപ്പാട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു രാത്രി ആയപ്പോഴത്തേക്കും. അപ്പോൾ ഒരു 4 മണിക്ക് കയറിയ ഞാൻ വെളുപ്പിന് 4 മണി വരെ വെയിറ്റ് ചെയ്തു. ആ സമയമായപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടറാണെങ്കിലും വന്ന് PV ചെയ്തിട്ട് 4 സെൻറ്റിമീറ്റർ പോലും ഡയലേഷൻ ആയിട്ടില്ല എന്ന് രാവിലെ 4 മണിക്ക് പറഞ്ഞപ്പോൾ ഞാനും ദിനും കൂടെ ഡിസിഷൻ എടുത്തു, ഇനിയിപ്പം മുന്നോട്ട് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് സിസേറിയൻ തന്നെ ചെയ്യാമെന്ന് നമ്മൾ ഡോക്ടറെ അടുത്ത് അങ്ങോട്ട് പറയാം. അപ്പോൾ ഡോക്ടറും പറഞ്ഞു വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊന്നുകൂടെ രാവിലെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം, എപ്പിഡ്യൂറലൊക്കെ എടുത്തിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ എന്താണോ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെയും വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം അപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു, എനിക്കൊന്നും പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പെയിൻ എടുത്തെടുത്ത് ആകെ മടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ സിസേറിയന് കയറ്റി. അതുകൊണ്ടല്ല അതാരാ ഇതാരാ
അങ്ങനെ 9 മാസത്തെ കാത്തിരിപ്പിന് അവസാനമായിട്ട് 5/14 വെളുപ്പിന് 5/14 ആയപ്പോഴത്തേക്കും ഡിസംബർ 27 തീയതി ഞങ്ങളുടെ കുഞ്ഞു മകള്, ഞങ്ങളുടെ രണ്ടാമത്തെ മകള് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടുകയാണ് ചെയ്തത്. സിസേറിയന് ശേഷം 2 മണിക്കൂറോളം എന്നെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി കിടത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്നെയും കുഞ്ഞിനെയും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ എന്നെയും കൂടെ ഒന്നിച്ചാണ് ഷിഫ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു സിസേറിയൻ എന്നുള്ളത്. നോർമൽ ഡെലിവറി തന്നെ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എനിക്ക് സിസേറിയൻ ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം 2 പെയിൻ എന്താണെന്ന് ഞാനിപ്പം നല്ല പോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് എടുത്ത ആ ഒരു സമയമുണ്ടല്ലോ, ഞങ്ങളെടുത്ത ആ ഒരു 19 മണിക്കൂർ ഞാനും ദിനവും കൂടെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഏറ്റവും അവസാനം നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അനുഭവിച്ച ആ വേദനകളൊക്കെ ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ മറന്നു പോവുകയാണോ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ ആ സമയത്ത് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം മാത്രമായിരിക്കും ശ്രദ്ധിക്കുക. അങ്ങനെ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തു ഭയങ്കര ഹാപ്പിയായി. പാത്തു പടമൊക്കെ വരച്ച് തലേന്ന് രാത്രിയിൽ പടമൊക്കെ വരച്ച് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കും ബേബിക്കും കൂടെ തരാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി ഫോട്ടോയും ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ട് കേട്ടോ, അതാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പം പെയിൻ കില്ലർ കാര്യങ്ങളൊക്കെ തരുന്നത് കൊണ്ട് തന്നെ അധികം വേദനയൊന്നും ഞാൻ അറിയുന്നില്ല. പിന്നെ അനസ്തേഷ്യ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് അധികം വേദനയൊന്നും അറിയുന്നില്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴാണ് കേട്ടോ ചെറിയ രീതിയിൽ വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ മോളെ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ദൈവത്തിന് ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ റൂമിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയാണ്, ഞാനത് കഴിക്കുകയാണ്. പാത്തു ആണെങ്കിൽ പാട്ടൊക്കെ പാടി കുഞ്ഞുവാവനെ ഉറക്കുവാണ് കേട്ടോ. അപ്പം ബേബി വയറ്റിലുണ്ടായിരുന്ന സമയം തൊട്ടേ പാത്തു പാടുന്ന പാട്ടാണ് ഈ അങ്ങ് വാനക്കോണിൽ. അപ്പോൾ അത് പാടിക്കൊടുത്ത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കേട്ട് കഴിഞ്ഞാൽ ബേബി റെസ്പോണ്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ടാണ് അവൾ ഏത് നേരം ആ പാട്ട് പാടുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ദിനു കിടന്നുറങ്ങി. കാരണം രാത്രിയിൽ ഒരു ശകലം പോലും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കിടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ടെൻഷനും എല്ലാം എടുത്തൊരു രാത്രിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലാക്സ്ഡ് ആയിട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് കിടന്നുറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പാത്തുവിന് മടിയിൽ ബേബീനെ വെക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ എടുത്ത് ബേബീനെ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നു. ഞാനാണെങ്കിലും നല്ല ടയേർഡാണെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, ഈ സിസേറിയനും ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റാത്തവർ. അപ്പം ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചാലും എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനൊന്ന് ഓക്കെ ആയത്. പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ഡിസംബർ 28-ന്. അപ്പം അന്ന് നമുക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു ഫോട്ടോഷൂട്ട്. അപ്പോൾ അതെടുക്കാനായിട്ട് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് നേരത്തെ വന്ന സമയം പറയും, ആ സമയത്ത് നമ്മൾ റെഡിയായി നിൽക്കുക. ബേബിയുടെ കുറച്ചധികം ഫോട്ടോസ് അവരെടുക്കും, ന്യൂ ബോൺ ഫോട്ടോഷൂട്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ കണ്ടു നിൽക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അവരിങ്ങനെ അനങ്ങാതെ ഓരോ പൊസിഷനിലും അവരിങ്ങനെ കിടത്തുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട 3 ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബേബിയുടെ. പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോയും എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് കേക്ക് തന്നിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാനായിട്ട്, ബേബിയെ വെൽക്കം ചെയ്തുകൊണ്ടുള്ളൊരു കേക്ക്. അങ്ങനെ നമ്മൾ കേക്കും കട്ട് ചെയ്ത് എല്ലാവരും കുറച്ച് കേക്കൊക്കെ കഴിച്ചു. അപ്പോൾ അതുകൂടാതെ തന്നെ ബേബിക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ഗിഫ്റ്റും അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കും ഗിഫ്റ്റും ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തന്നിട്ടുണ്ടായിരുന്നതാണ്. സാധാരണ നമ്മൾ ഡിസ്ചാർജ് ആവുന്ന ദിവസമാണ് അവർ ഈ കേക്കൊക്കെ തന്ന് നമ്മളെ കട്ട് ചെയ്ത് ഡിസ്ചാർജ് ആക്കി വിടുക. പക്ഷേങ്കിൽ നമ്മൾ ഫ്രൈഡേ മോർണിംഗ് ആണ് ബേബി ഉണ്ടായത്. അപ്പോൾ ഫ്രൈഡേ മോർണിംഗ് ആകുമ്പം സാറ്റർഡേ സൺഡേ ആയിരുന്നു എൻ്റെ ഡിസ്ചാർജ്. അപ്പോൾ സൺഡേ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് സാറ്റർഡേ തന്നെ അവർ കേക്കും കാര്യങ്ങളും ഒക്കെ നേരത്തെ കൊണ്ട് തന്നതാണ്. ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഡെയിലി നൈറ്റ് ആകുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും പാത്തും കൂടെ വീട്ടിലേക്ക് പോകും. പിന്നെ പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴത്തേക്കും ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാമായിട്ട് അവളെയും കൊണ്ട് വരുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബൈസ്റ്റാൻഡറായിട്ട് ഒരാളാണ് നിൽക്കാൻ പറ്റുക. അപ്പോൾ ദിനു ഞാനും കൂടെ നിൽക്കും. പാത്തുമായിട്ട് അമ്മയും അച്ഛനും വീട്ടിൽ പോകുമായിരുന്നു. ഒരു ദിവസം ദിനു പാത്തുവിനെയും കൊണ്ട് വീട്ടിൽ പോയി, ദിനു അച്ഛനും കൂടെ അമ്മ എൻ്റെ കൂടെ നിന്നു. അങ്ങനെയാണ് കേട്ടോ നമ്മൾ 3 ദിവസം നിന്നിട്ടുണ്ടായിരുന്നത്.
പിന്നെ എനിക്ക് ഡിസ്ചാർജ് സൺഡേ ആയപ്പോൾ അന്ന് കുഞ്ഞിൻ്റെ ബ്ലഡ് നോക്കിയപ്പോഴത്തേക്കും അവൾക്ക് ബിലിറൂബിൻ കൂടുതലായിരുന്നു. ബിലിറൂബിൻ കൂടുതലായതുകൊണ്ട് ഒരു ദിവസം ഫോട്ടോതെറാപ്പി കൊടുത്ത് നോക്കാമെന്നും പറഞ്ഞിട്ട് ഡോക്ടർ കുഞ്ഞിനെ ഒരു ദിവസത്തേക്ക് ഫോട്ടോതെറാപ്പി കിടത്തിയിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ റൂമിൽ തന്നെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് റൂമിൽ തന്നെയാണ് കേട്ടോ കിടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ പാത്തുവിൻ്റെ സമയത്ത് പാത്തുവിനും സെയിം സിറ്റുവേഷൻ ആയിരുന്നു. ബിലിറൂബിൻ കൂടുതലായിരുന്നു. അത് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എൻ്റെ O പോസിറ്റീവും പാത്തുവിൻ്റെയും ബേബിയുടെയും A പോസിറ്റീവാണ് കേട്ടോ ബ്ലഡ് ഗ്രൂപ്പ്. അങ്ങനെ മൺഡേ ആയപ്പോഴത്തേക്കും ബേബിക്കും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൺഡേ രാത്രി ആയപ്പോഴത്തേക്കും വീട്ടിലേക്ക് പോകാനായിട്ടെല്ലാം റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് തലേന്ന് തന്നെ ഇതിന് കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ കൊണ്ടുപോയി കാറിലും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങണം. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നമ്മൾ വരണ്ട, ഞങ്ങൾ വീട്ടിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞതുകൊണ്ട് അവരിന്ന് വന്നില്ലായിരുന്നു. കാരണം പാത്തുവിനെ കൊണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വരണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുഞ്ഞുമായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ്. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ, ജീവനിൽ അമൃതേകാനായി വീണ്ടും എന്നിലെ തോർമകളായി നിലാവിൻ മുത്തേ നീ വന്നു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ, ജീവനിൽ അമൃതേകാനായി വീണ്ടും എന്നിലെ തോർമകളായി നിലാവിൻ മുത്തേ നീ വന്നു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമല. ഫൈനലി വീട്ടിലെത്തിയിരിക്കുകയാണ് നമ്മുടെ ബേബിയുമായിട്ട്. അപ്പം ഇതായിരുന്നു എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം, താങ്ക്